ഞാൻ ഈ സ്റ്റേജിൻ്റെ ഒരു നീളത്തിലുള്ള സ്റ്റേജാണ് കയറി ചെന്നപ്പോഴേ ഈ സ്റ്റേജ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഗവൺമെൻറ് അവരോട് പറയുകയും ചെയ്തു, ഇത്രയും ഹൈറ്റിൽ ഈ സ്റ്റേജ് കെട്ടി വെച്ചിട്ട് ഈ മന്ത്രിമാരെ എന്നെ വിളിച്ചുകൂടെ കയറ്റി ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് അവിടെ പോയിരുന്നു. ഞാൻ ഇരുന്നതിൻ്റെ ഇപ്പുറത്താണ് ഈ വിളക്ക്, അതിൻ്റെ ഇപ്പുറത്താണ് മറ്റുള്ളവരിക്കുന്നത്. ചന്ദ്രമല സാറുണ്ട്, DIG ഉണ്ട്, അവിടുത്തെ SP ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ MLA വരുന്ന സത്യത്തിൽ ഞാൻ കണ്ടില്ല. MLA വരുമ്പോൾ ട്രയൽ ആരംഭിച്ചു. ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്. പിന്നെ പോയി ഈ ഒരു 2-2.5 ലക്ഷം ആളിരിക്കുകയാണ്, ഭയങ്കര ആളാണ്. ഇവർ വന്ന് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നേച്ച് കഴിഞ്ഞ് പിന്നെ ഈ ട്രയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മുമ്പോട്ട് ഇങ്ങനെ നോക്കും, പടാന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താ അവിടെ സംഭവിച്ചെന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഇവർ എടുത്ത് താഴ്ത്ത് വീഴുക. ഇവരെങ്ങനെ വീണോ, കാലുമെടുത്താണോ, തള്ളിയിട്ടതാണോ, അങ്ങനെ നമ്മൾ കാണുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെ സൈഡായിരിക്കും. സത്യത്തിൽ ഞാനാണ് വിളിച്ചു പോയത്. ആര് കേൾക്കാൻ? ഈ ഭയങ്കരമായ ഈ മൈക്കിൻ്റെ ശബ്ദമാണ്. അപ്പം താഴെ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ബോധം പോയി. അപകടം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്രിട്ടിക്കലായ ഒരു സ്ഥിതിയാണ്. ചെറുതായിട്ട് ബ്ലഡ് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവരെ വിളിച്ചു ഈ മേളിൽ നമുക്ക് എടുത്ത് ചാടാനൊന്നും പറ്റത്തില്ല. കാരണം ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റാണ് ഈ സാധനം. അപ്പോൾ ഓടി വന്ന് ആംബുലൻസുകാർ വന്ന് ഇവർ എടുത്തു. പെട്ടെന്ന് ആംബുലൻസ് കയറ്റി വണ്ടി വിട്ടു. ഞാൻ അപ്പോൾ എഴുന്നേറ്റു. എനിക്കതാണ് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം ഇവർ വീണ് കഴിഞ്ഞ് പോകുമ്പോൾ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ഹൈബിയുടെ കയറി വരും. എല്ലാം ഹൈബി കയറിയാണ്, ചോദിച്ചാൽ മതി. അതിൽ അയാളൊന്നും മിണ്ടാഞ്ഞ്. ഞാനപ്പോൾ ഹൈബിയോട് പറഞ്ഞു, ഹൈബി വളരെ ക്രിട്ടിക്കലാണ് അവരുടെ സ്ഥിതി, ഇനി വിടുന്നത് ശരിയായിരുന്നു. അപ്പോൾ ഈ സംഘാടകർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, സാർ ലൈറ്റ് കത്തിച്ചിട്ടു, സാർ ഇത്രയും വന്നല്ലേ ലൈറ്റ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. ഇവർ പെട്ടെന്ന് എടുത്തു. ഞാൻ കത്തിച്ചു, ഹൈബി കത്തിച്ചു, ചന്ദ്രൻപിള്ള കത്തിച്ചു, DIG കത്തിച്ചു, എല്ലാം കത്തിച്ചു. ഞാനിങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇവർ മൈക്കെടുത്തെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പ്രസംഗിക്കത്തില്ല. നോക്കൂ, ഒരാൾ അപകടപ്പെട്ട് ഇത്രയും അവസ്ഥയിൽ കിടക്കുക, ഒരു MLA ആണ്. ഒരു മിനിറ്റ് പോലും ഞാനവിടെ നിൽക്കത്തില്ല, നിങ്ങൾ വേണം നടത്തിക്കൂടുക. അന്നേരം ഇറങ്ങി. അപ്പോൾ ഹൈബിയുടനോട് ഞാൻ ചോദിച്ചു, വരുന്നതെന്ന് ചോദിച്ചു. എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങി എൻ്റെ കാറിൽ ഞാനും ഹൈബിയുടനും കൂടെ ഓണടിച്ച് ആദ്യ സ്പീഡിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉമാ തോമസിനെ അതിനകത്ത് ICU കയറ്റി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 പേരെ അപ്പോഴുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, അതിനുശേഷം പിന്നെ രാജീവിനെ വിളിക്കുന്നു, അതിനുശേഷം ആരോഗ്യമന്ത്രിയെ വിളിക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് ആരോഗ്യമന്ത്രി മുൻകൈ എടുത്ത് കോട്ടയത്തുള്ള ടീം വരുന്നു. നിങ്ങൾ മനസ്സിലായി, രാത്രി 11:30 മണിക്ക് ഞാൻ അവിടെ ഇരുന്നു. രാത്രി 11:30 മണി വരെ കോട്ടയത്തുള്ള മെഡിക്കൽ ടീം വരുമെന്ന് പറഞ്ഞ് രാത്രി 11:30 വരെ ഇരുന്നു. ജയകുമാർ ഡോക്ടറുടെ നേതൃത്വത്തിൽ ആ ടീം വന്ന് 11:30 രാജീവ് മൂവാറ്റുപുഴയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ രാജീവിനോട് പറഞ്ഞത്, ഞാനിപ്പോൾ പോവാണ്, വീട്ടിൽ പോകണം, ചെങ്ങന്നൂർ പോകണം, ഞാൻ നാളെ എത്താമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 9 മണിക്ക് നിങ്ങൾ ഉമാ തോമസിൻ്റെ മക്കളോട് ചെയ്ത് 9 മണിക്ക് കേരളത്തിൻ്റെ ഒരു മന്ത്രി, ഞാൻ വീട്ടിൽ പോയിട്ട് ചെങ്ങന്നൂർ നിന്ന് വീണ്ടും 100-110 കിലോമീറ്റർ കൂടി അവിടെ ചെന്നു. എന്നിട്ട് ഈ കോട്ടയത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചു, ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു, മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അതായത് അപകടനിലയാണ് എങ്കിലും എത്രയും വേഗം അവർ ആരോഗ്യം വീണ്ടെടുത്ത് പുറത്തു വരും എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് വിട്ടു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് പോരുന്നത്. അത് കഴിഞ്ഞ് 3ാമത്തെ തവണ ഞാൻ ചെല്ലുന്നു, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ICU ഇവരൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവരുടെ മക്കളെ ഞാൻ കണ്ടു, കാര്യങ്ങളൊക്കെ തിരക്കി, ഡോക്ടേഴ്സിനോട് സംസാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി റിക്കവർ ചെയ്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4ാമത്തെ തവണ ഞാൻ ചെല്ലുന്നു. അപ്പോൾ അവർ വീട്ടിൽ പോയി അവർ കിടക്കുകയാണ്. അവിടെ ചെന്ന് സംസാരിച്ച് ഞാൻ ചോദിച്ചു, വല്ല ഓർമ്മയുണ്ടോ ഈ കണ്ട കാര്യം? എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഇത്ര എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരോഗ്യവിധയായിട്ട് ഇത്രയും വേഗം വരിക എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായിട്ട് ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്നെപ്പറ്റി എന്താണ് അവർ പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോട് നോക്കുക. ഞാൻ മറുപടി പോലും കൊടുത്തില്ല. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നമുള്ള ആളാണ്. അവർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാലിയേറ്റീവ് നടന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ ദുഃഖങ്ങൾ അറിയാമല്ലോ. ഞാൻ ഈ രംഗത്തെന്ന് പറഞ്ഞാൽ 10 വർഷമായി. അങ്ങ് മനസ്സിലായിട്ട് 11ാമത്തെ വർഷമാണ്.